ഹേ ഗായ്സ്, ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ പറയുന്ന ഒരു തരത്തിലായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് മാത്രം ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവില്ല, അല്ലെങ്കിൽ ഏൺ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. നമ്മൾ ഏൺ ചെയ്ത ആ ഒരു കാശ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാലറി കൊണ്ട് ഒരു 5 രൂപയുടെ മിഠായെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ പണിയെടുത്ത് കാശ് മേടിച്ച് അതൊന്നെങ്കിൽ ഭർത്താവിൻ്റെ കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുകൊടുക്കുക, ഇതൊക്കെ പതിവായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുകൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും അവരോട് കൈനീട്ടുക എന്നുള്ളതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഒരിക്കലും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇനിയും മനസ്സിലാക്കണം. സ്വന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കും, എന്നാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് അതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ശ്രമിക്കൂ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം അത് പെണ്ണിനെ ആണിനെന്നൊന്നുമല്ല, എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. കാരണം കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കാശിന് കാശിൻ്റെതായ വില ഉണ്ട്, അപ്പോൾ അതിനതിൻ്റെതായ മൂല്യം കൊടുക്കണം. ഇന്നത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ റെസ്പെക്ട് ഉണ്ട് തന്നെയാണ്. എല്ലാത്തിനും കാശുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാല്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. കരിയർ ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയ നിലയിൽ എത്തിപ്പെടണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ഗ്രോത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു 40% ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 60%ഉം അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട്, അതാത് മാസം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്, ഭാവിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾ പഠിക്കണം. എന്നാലേ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ്